ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. മരോട്ടിച്ചാൽ റിജു വധക്കേസിൽ 3 പ്രതികൾക്ക് ജീവപര്യന്തം തടവ്. മാന്നാമംഗലം സ്വദേശി ഷെറി, മരോട്ടിച്ചാൽ സ്വദേശികളായ പ്രകാശൻ, അനൂപ് എന്നിവരെയാണ് തൃശൂർ അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ചാലക്കുടി ദേശീയപാതയിലെ കോടതി ജംഗ്ഷൻ അടിപ്പാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. പ്രവേശന കവാടത്തിലെ 4 വീതി കുറഞ്ഞതാണ് റോഡുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരയ്ക്ക് കാരണം. കയ്പമംഗലത്ത് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. 3 ബോട്ടുകളിൽ നിന്നായി 4 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. ചേലക്കര ഇളനാട് ബസ് കാത്തുനിന്നിരുന്ന സഹോദരങ്ങളെ ട്രാവലർ ഇടിച്ചു തെറിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരം. കയ്പമംഗലം കാളമുറിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാർ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. വാർത്തകളിലേക്ക് വിശദമായി. മരോട്ടിച്ചാലിൽ ബസ് ഉടമയുടെ സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾക്ക് ജീവപര്യന്തം തടവും 3,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പ്രതികളായ മാന്നാമംഗലം സ്വദേശി വെട്ടിക്കുഴിച്ചാലിൽ വീട്ടിൽ ഷെറി, മരോട്ടിച്ചാൽ സ്വദേശികളായ ഇഞ്ചിപ്പറമ്പിൽ വീട്ടിൽ പ്രകാശൻ, കല്ലിങ്ങൽ വീട്ടിൽ അനൂപ് എന്നിവരെയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ജെ കമനീസ ശിക്ഷിച്ചത്. 2010 ജൂലൈ 4 കേസിന് ആസ്പദമായ സംഭവം. തർക്കത്തെ തുടർന്ന് ഗോൾഡ് സ്റ്റാർ ബസ് ഉടമ ബിജുവിന്റെ സഹോദരൻ റിജുവിനെ പ്രതികൾ സംഘം ചേർന്ന് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KP അജയകുമാർ കോടതിയിൽ ഹാജരായി. ചാലക്കുടി ദേശീയപാതയിലെ കോടതി ജംഗ്ഷൻ അടിപ്പാതയിൽ ഗതാഗതക്കുരുക്ക്. പ്രവേശന കവാടത്തിലെ 4 വീതി കുറഞ്ഞതാണ് റോഡുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരയ്ക്ക് കാരണം. തിരക്കേറിയ ട്രാംവേ റോഡിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ അടിപ്പാതയിൽ കുടുങ്ങിക്കിടക്കുന്നത് നിത്യസംഭവമായി മാറി. നീളം കൂടിയ വാഹനങ്ങൾ ക്രസന്റ് സ്കൂൾ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലേക്ക് തിരിയുമ്പോഴുള്ള തടസ്സമാണ് മിക്കവാറും സ്തംഭനത്തിനിടയാക്കുന്നത്. ഇവിടെ സർവീസ് റോഡിന് തീരെ വീതിയില്ല. വലിയ വാഹനങ്ങൾ തിരിയാൻ കൂടുതൽ സമയം വേണ്ടിവരുന്നു. ഇതിനിടെ റെയിൽവേ സ്റ്റേഷൻ റോഡ്, സൗത്ത് ജംഗ്ഷൻ സർവീസ് റോഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളും അടിപ്പാത താണ്ടാനാകാതെ കുരുക്കിലാവുകയും ചെയ്യുന്നു. പടിഞ്ഞാറ് ദിശയിൽ നിന്നും സിവിൽ സ്റ്റേഷൻ സർവീസ് റോഡിലേക്ക് കടക്കുന്ന ഭാഗത്തും വീതിയില്ല. രാവിലെയും വൈകിട്ടും സ്കൂൾ വാഹനങ്ങൾ വരുമ്പോൾ ഗതാഗത സ്തംഭനം ഇരട്ടിയാകും. ആംബുലൻസുകളും അടിപ്പാതയിൽ കുടുങ്ങുന്ന അവസ്ഥയുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം രോഗിയുമായി സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസിനെ നാട്ടുകാരാണ് ഗതാഗതം നിയന്ത്രിച്ച് കടത്തിവിട്ടത്. അടിപ്പാത തുറന്നു കൊടുക്കുമ്പോൾ ഇരുഭാഗത്തും കൂടുതൽ സ്ഥലങ്ങൾ കണ്ടെത്തി സർവീസ് റോഡുകളുടെ വീതി കൂട്ടുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ്. പക്ഷേ ഇതുവരെയും ഇത് നടപ്പാക്കിയില്ലെന്ന് മാത്രം. TCB ന്യൂസ്, ചാലക്കുടി. കയ്പമംഗലത്ത് തീരത്തോട് ചേർന്ന് കണ്ണിവലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. അനധികൃതമായി കരവലി നടത്തിയ ക്യൂൻ മേരി, സദക്കത്തുള്ള, കുളദേശു എന്നീ 3 ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം അഴീക്കോട് ഹാർബറിൽ പരസ്യ ലേലം ചെയ്ത് ലഭിച്ച 71,100 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും 3 ബോട്ടിനും കൂടി 4,10,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസി, അഴീക്കോട് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സുമിത, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബോട്ടുകൾ പിടികൂടിയത്. ചേലക്കര ഇളനാട് റോഡിൽ സഹോദരങ്ങളെ ട്രാവലർ ഇടിച്ചു തെറിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരം. ചക്കപ്പൻപടി ബസ് സ്റ്റോപ്പിന് സമീപമാണ് അപകടമുണ്ടായത്. ചേലക്കര SMT സ്കൂളിലെ 7, 8 എന്നീ ക്ലാസുകളിലെ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാൻ, മുഹമ്മദ് ബഷീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. സ്കൂളിലെ പരീക്ഷയ്ക്കായി പോകാൻ വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടികൾ റോഡ് മുറിച്ചു കടന്ന് ബസ് കയറാൻ ശ്രമിക്കുന്നതിനിടെ ചേലക്കരയിൽ നിന്നും ഇളനാട് ഭാഗത്തേക്ക് അമിത വേഗതയിൽ വന്ന ട്രാവലർ വിദ്യാർത്ഥികളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്തിമഹാകാളൻകാവ് റോഡിൽ താമസിക്കുന്ന കുന്നത്ത് വീട്ടിൽ അലി, ഹാജിറ ദമ്പതികളുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവസ്ഥലത്തെത്തിയ ചേലക്കര പോലീസ് അപകടമുണ്ടാക്കിയ ട്രാവലർ കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂരിന് സമീപം കോതപറമ്പിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു.
യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡിൽ വാസുദേവ വിലാസം സ്കൂളിന് സമീപമായിരുന്നു സംഭവം. സർവീസ് റോഡിലൂടെ വന്ന കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന 5 യുവാക്കളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കയ്പമംഗലം കാളമുറിയിൽ വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. 2 ബൈക്കുകളും കാറുമാണ് കൂട്ടിയിടിച്ചത്. മുന്നിൽ പോയിരുന്ന ബൈക്കുകൾ കൂട്ടിയിടിച്ചപ്പോൾ നിയന്ത്രണം തെറ്റിയ അയ്യപ്പ ഭക്തരുടെ കാർ ബൈക്കിലും മറ്റൊരു കാറിലും തട്ടി കാനയിലേക്ക് മറിയുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരായ കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പുതിയ വീട്ടിൽ മുഹമ്മദ് സലീം, ഭാര്യ സീനത്ത്, വലപ്പാട് സ്വദേശി മുഹമ്മദ് സാബിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചെളിങ്ങാട് ശിഹാബ് തങ്ങൾ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് കാറിലുണ്ടായിരുന്നത്. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലേക്കുള്ള പഞ്ചായത്ത് റോഡിൽ വലിയ ടിപ്പർ ലോറികൾ പോലീസ് പിടിച്ചിടുന്നത് സ്കൂൾ അധികൃതരെയും രക്ഷിതാക്കളെയും ദുരിതത്തിലാക്കുന്നു. വേലൂരിൽ നിന്നും അനധികൃതമായി മണ്ണ് കടത്തുകയായിരുന്ന 3 ടിപ്പർ ലോറികൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടിയിരുന്നു. ഈ 3 വാഹനങ്ങളും സ്കൂളിലേക്കുള്ള വഴിയിൽ ഗേറ്റിന് മുന്നിലായിട്ടാണ് നിർത്തിയിട്ടത്. ഉച്ചതിരിഞ്ഞ് 3 മുതൽ കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നിരവധി വാഹനങ്ങൾ നിർത്തിയിടാറുണ്ട്. ഇടുങ്ങിയ സ്ഥലത്ത് ടിപ്പർ ലോറികൾ കിടക്കുന്നതിനാൽ ട്രാവലർ ഉൾപ്പെടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. കഴിഞ്ഞ ദിവസം റോഡിൽ വലിയ ടോറസ് ലോറി പിടിച്ചിട്ടത് ഗതാഗത തടസ്സത്തിന് കാരണമായിരുന്നു. പോലീസിൽ പരാതി അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് ലോറി മാറ്റുകയും ചെയ്തു. സ്കൂൾ വഴിയിൽ വാഹനം പിടിച്ചിടുന്നതിനെതിരെ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. കാർ ഡ്രൈവറെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ യുവാവ് അറസ്റ്റിലായി. എടത്തുരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ ജിനേഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. എടത്തുരുത്തി കുമ്പളപ്പറമ്പിൽ വെച്ച് ആലപ്പുഴ പുലിയൂർ സ്വദേശി വാലുപറമ്പിൽ വീട്ടിൽ അനുപ്രകാശിനെയാണ് പ്രതിയെ ആക്രമിച്ചത്. അനുപ്രകാശിന്റെ കാറിൽ ജിനേഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിക്കുകയും ഈ സമയം മദ്യപിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നതെന്ന് അനുപ്രകാശ് ചോദിച്ചതിലുള്ള വൈരാഗ്യത്താൽ ഹെൽമറ്റ് കൊണ്ട് ആക്രമിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി. കയ്പമംഗലം SI TV ഋഷിപ്രസാദിന് നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്. യുവ ഫുട്ബോൾ താരത്തെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എങ്കക്കാട് സ്വദേശി കളരിക്കൽ വീട്ടിൽ ആനന്ദിന്റെ മകൻ 24 വയസ്സുള്ള അഭിരാമിനെയാണ് വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ ഹുക്കിൽ ബെഡ്ഷീറ്റിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. കണ്ടശാങ്കടവ് മാർക്കറ്റിൽ യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ടശ്ശേരി സ്വദേശി മടശ്ശേരി വീട്ടിൽ ജിനോയെ ആക്രമിച്ച കേസിലാണ് നടപടി. കണ്ടശാങ്കടവ് സ്വദേശി വന്നേരി വീട്ടിൽ ആദർശ്, ആറാങ്കൽ സ്വദേശി തച്ചമ്പള്ളി വീട്ടിൽ പ്രദു എന്നിവരാണ് അറസ്റ്റിലായത്. അന്തിക്കാട് SI അഫ്സലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയായ ചന്ദ്രാപ്പിന്നി സ്വദേശി വല്ലോറ വീട്ടിൽ ശ്രീജിത്തിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. എടമുട്ടം സ്വദേശി പള്ളിപ്പറമ്പിൽ അസ്ഫറിനെ ആക്രമിച്ച കേസിലാണ് നടപടി. വലപ്പാട് SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ജാതിമത ഭേദമില്ലാതെ ഏവർക്കും വേദപഠനം പ്രാപ്തമാക്കാൻ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തോട് ചേർന്നുള്ള വേദപാഠശാല നിർമ്മിക്കുക എന്ന അന്യോന്യ പരിഷത്തിന്റെ സ്വപ്നത്തിന് നാട്ടുകാരുടെ പച്ചക്കൊടി. 4 ദിവസം കൊണ്ട് സമാഹരിച്ചത് 40 ലക്ഷം രൂപ. വേദപാഠശാല നിർമ്മാണത്തിന്റെ ആദ്യപടിയായി
ക്ഷേത്രത്തിനോട് ചേർന്ന് 45 സെന്റ് ഭൂമി വാങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. കടവല്ലൂർ സ്വദേശികളായ 32 പേർ 1 ലക്ഷം രൂപ വീതം നൽകും. ഭൂമി അന്യോന്യ പരീക്ഷത്തിന് കുറഞ്ഞ തുകയ്ക്ക് നൽകാൻ ഉടമയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വേദം നിലനിൽക്കുക, ആ വേദം നിലനിൽക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഉപാധികൾ ഉണ്ടാവണം. ആ ഉപാധികളോട് കൂടിയിട്ട് പുതിയ തലമുറയിലേക്ക് ഈ വേദത്തിൻ്റെ ശബ്ദം, അതിൻ്റെ ഉദാത്ത അനുദാത്ത സ്വരിത പ്രചയങ്ങളൊക്കെ തന്നെ തെറ്റാതെ കണ്ട് എല്ലാവരിലേക്കും എത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത്. ആ ഒരു മോഹം കുറെ കാലമായിട്ട് അന്യോന്യ പരിഷത്തിനുണ്ട്. ആധികാരികമായി ഋഗ്വേദം അഭ്യസിപ്പിക്കുന്ന ഒരേയൊരു കേന്ദ്രം കേരളത്തിൽ ഇപ്പോഴുള്ളത് തൃശൂർ ബ്രഹ്മസ്വം മഠമാണ്. തിരുനാവായിയിൽ പ്രവർത്തിച്ചിരുന്ന വേദപാഠശാല 10 വർഷത്തോളമായി പ്രവർത്തിക്കുന്നില്ല. പാഠശാല നിർമ്മിക്കാൻ ഭൂമി ലഭിക്കുമെന്ന് ഉറപ്പായെങ്കിലും നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റു പ്രവൃത്തികൾക്ക് പണം കണ്ടെത്തുക പരിഷത്തിന് കടുത്ത വെല്ലുവിളിയാകും. വേദവിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യമടക്കം കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് അന്യോന്യ പരിഷത്ത് വിഭാവനം ചെയ്യുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. ചാവക്കാട് നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം AH അക്ബറിന് സാധ്യത. 3 തവണയാണ് ചാവക്കാട് ടൗൺ വാർഡിൽ നിന്ന് കൗൺസിലർ ആവുന്നത്. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, സെക്യൂരിറ്റി ഹൌസ് കീപ്പിംഗ് CITU സംസ്ഥാന കമ്മിറ്റി അംഗം, ചാവക്കാട് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ച അദ്ദേഹം ചാവക്കാട്ടെ മുതിർന്ന CPM നേതാക്കളിൽ ഒരാളാണ്. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി RK നൌഷാദിനെ 111 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം സെക്രട്ടറി VM മനാഫിനാണ് സാധ്യത. കടപ്പുറം പഞ്ചായത്ത് 14-ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുത്ത അംഗമാണ്. 2ാം തവണയാണ് അദ്ദേഹം പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കുന്നത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, യൂത്ത് ലീഗ് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ്, MSF ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. DYFI നേതാവ് PH മെഹറൂഫിനെ 200-ൽ പരം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് PM താഹിറിനെയാണ് പരിഗണിക്കുന്നത്. ഒരുമനയൂർ പഞ്ചായത്ത് 10-ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുത്ത അംഗമാണ് താഹിർ. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, KSU ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. നിലവിലെ പഞ്ചായത്ത് അംഗം ബിന്ദു ചന്ദ്രനെ 200-ൽ പരം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. TCV ന്യൂസ്, ചാവക്കാട്. കൊണ്ടാഴി പഞ്ചായത്തിൽ സ്വതന്ത്രനായി വിജയിച്ച PR വിശ്വനാഥന്റെ നിലപാട് നിർണായകമാകും. പഞ്ചായത്തിലെ 16 വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF 7 സീറ്റുകൾ നേടി വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം ഉറപ്പാക്കാൻ വിശ്വനാഥനെ കൂടെ കൂട്ടേണ്ട സാഹചര്യമാണുള്ളത്. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPI മണ്ഡലം കമ്മിറ്റി അംഗവുമായിരുന്ന വിശ്വനാഥനെ CPI സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചതിന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്ന് ഫലപ്രഖ്യാപനം വന്നയുടൻ PR വിശ്വനാഥൻ പ്രഖ്യാപിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനം സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് നടപ്പിലാക്കി പുതുക്കാട് പഞ്ചായത്തിലെ നിയുക്ത മെമ്പർമാർ. സഫലമായത് ചെങ്ങാലൂർ രണ്ടാങ്കല്ല് നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പ്. പുതുക്കാട് പഞ്ചായത്ത് 12-13 വാർഡുകളിലെ BJP സ്ഥാനാർത്ഥികളായിരുന്ന ബേബി കീടായിയും ജോയ് മഞ്ഞളിയും വോട്ടഭ്യർത്ഥനയുമായി വീടുകളിലെത്തിയപ്പോൾ പ്രദേശവാസികൾ ഇവർക്ക് മുന്നിൽ വച്ചത് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന നെല്ലായി ഇറിഗേഷൻ കടവിലെ കടത്തുവഞ്ചി പുനരാരംഭിക്കണമെന്ന ആവശ്യമാണ്. തങ്ങൾ ജയിച്ചാൽ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് ഇരുവരും വാഗ്ദാനം നൽകി. 12-ാം വാർഡ് SN പുരത്ത് ബേബി കിടായിയും 13-ാം വാർഡ് 2-ാം കല്ലിൽ ജോയ് മഞ്ഞളിയും വിജയിച്ചു. ഇതോടെ ഇരുവരും ചേർന്ന് വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനം നടപ്പിലാക്കുകയാണ്. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഇറക്കിയ വഞ്ചി ചില സാമൂഹ്യ ദ്രോഹികൾ നശിപ്പിക്കുകയും അത് ഒഴുക്കി വിട്ടുകൊണ്ട് ആ വഞ്ചിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയുണ്ടായി. അപ്പൊ അത് 4.5 വർഷമായി ഇവിടെ ഈ വഞ്ചി ഗതാഗതം തന്നെ തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ഈ ഇലക്ഷന്റെ സമയത്ത് ഞങ്ങൾ വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ ആളുകളുടെ ആവശ്യാനുസരണം ഇവിടെ വഞ്ചി കടത്ത് പുനരാരംഭിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചതുകൊണ്ട് നമ്മൾ അവർക്ക് കൊടുത്ത ഒരു വാഗ്ദാനമാണ്. ഇവിടെ ഞങ്ങൾ ജയിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ വഞ്ചി ഇറക്കും എന്നുള്ളൊരു ധാരണ ജനങ്ങൾക്ക് കൊടുക്കുകയും അതനുസരിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വാഗ്ദാനം പാലിക്കുകയാണുണ്ടായത്. മണലൂരിൽ നിന്നും എത്തിച്ച കടത്തുവഞ്ചി ഇനി അധികൃതരുടെ പരിശോധനകൾക്ക് ശേഷം ഫിറ്റ്നസ് ഇൻഷുറൻസ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ അനുമതിയോടെ നീറ്റിലിറങ്ങും. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഒരു അവസരം തന്ന് ഞാൻ മെമ്പറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് ഇവിടെ വഞ്ചി ഞാൻ കൊണ്ടുവരും. ആ വാക്ക് പാലിക്കാനായിട്ട്
12ാം വാർഡിൽ നിന്നും എനിക്കും കഴിഞ്ഞു. 13ാം വാർഡിൽ നിന്നും ജോയ് മഞ്ഞളി എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു. അദ്ദേഹത്തിനോടും ഈ വാക്ക് ആണ് അവരാവശ്യപ്പെട്ടത്. അദ്ദേഹം ഇതേ വാക്ക് നൽകി. ഞങ്ങൾ രണ്ടുപേരും വിജയാഹ്ലാദത്തിൽ നിന്ന് നിൽക്കാതെ വിജയം അറിഞ്ഞ സമയത്ത് ഞങ്ങൾ അന്ന് തന്നെ വഞ്ചിയുമായിട്ട് ഇവിടെ വരികയാണ് ചെയ്തത്. നെല്ലായി ഇറിഗേഷൻ കടവിലെ കടത്തുവഞ്ചി സർവീസിന് 70 വർഷത്തെ പഴക്കമുണ്ട്. 2016-17 കാലഘട്ടത്തിൽ പുതുക്കാട് പഞ്ചായത്ത് ഭരണസമിതി നൽകിയ കടത്തുവഞ്ചിയായിരുന്നു ഇവിടെ യാത്രക്കാർക്ക് ആശ്രയമായിരുന്നത്. ചെങ്ങാലൂർ രണ്ടാങ്കല്ല് ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്ക് നെല്ലായി ദേശീയപാതയിലെത്താൻ ഈ കടത്ത് കടന്നാൽ മതി. അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ നടന്ന് ബസ്സിൽ കയറി 7 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ദേശീയപാതയിൽ എത്തിച്ചേരാൻ. 2020 വെള്ളപ്പൊക്കത്തെ തുടർന്ന് അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിവച്ചിരുന്ന കടത്തുവഞ്ചി സാമൂഹ്യ വിരുദ്ധർ അഴിച്ചുവിടുകയും വഞ്ചി തകരുകയുമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതോടെ കടത്തുവഞ്ചി സർവീസ് തടസ്സപ്പെട്ടു. പ്രദേശവാസികൾക്ക് കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടും. നഷ്ടപ്പെട്ട വഞ്ചിക്ക് പകരം സംവിധാനം ഏർപ്പെടുത്താൻ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചില്ലെന്നും ഇവർ പറയുന്നു. ഏതായാലും തങ്ങളുടെ ദീർഘനാളത്തെ ആശ്രയമായ കടത്തുവഞ്ചി കടവിലെത്തിയതോടെ വലിയ സന്തോഷത്തിലാണ് നാട്ടുകാർ. നടപടിക്രമങ്ങൾക്ക് ശേഷം കടത്തുവഞ്ചി നീറ്റിലിറക്കുന്നത് ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും. TCV ന്യൂസ്, പുതുക്കാട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ചാവക്കാട് നഗരസഭ 3ാം വാർഡിൽ പരാജയപ്പെട്ട UDF സ്ഥാനാർത്ഥി KV ഷാനവാസ് തനിക്ക് വോട്ട് ചെയ്തവർക്ക് നന്ദി അറിയിക്കാൻ വീടുകൾ കയറിയിറങ്ങുന്നു. പരാജയപ്പെട്ടെങ്കിലും വാർഡിലെ ഏതാവശ്യത്തിനും കൂടെ ഉണ്ടാകുമെന്ന് അറിയിച്ച് തന്റെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയ കാർഡ് സഹിതമാണ് വോട്ടർമാരെ കാണുന്നത്. നേതാക്കളായ MS ശിവദാസ്, ഷുക്കൂർ കൊനാരത്ത്, KMT ഷഹീബ്, ഗഫൂർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 46 വോട്ടുകൾക്കാണ് KV ഷാനവാസ് പരാജയപ്പെട്ടത്. ാണ് ഈ വാർഡിലെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചത്. ചിട്ടയായ പ്രവർത്തനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ തുടക്കം മുതൽ തന്നെ മുന്നോട്ട് പോകുന്നത്. കേവലം 46 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെടേണ്ടി വന്നത്. 2 ടേമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ വാർഡിൽ ജയിച്ചു വന്നത്. ഈ വാർഡിലെ ജനങ്ങളിലൊരു പ്രതീക്ഷ UDFൽ അർപ്പിച്ചിട്ടുണ്ട്. ഭണ്ണാരം വരവായി 6,53,16,495 രൂപയും 1 കിലോ 444 ഗ്രാം 300 മില്ലിഗ്രാം സ്വർണവും ലഭിച്ചു. 8 കിലോ 25 ഗ്രാം വെള്ളിയും പിൻവലിച്ച 2000 രൂപയുടെ 14ഉം നിരോധിച്ച 1000 രൂപയുടെ 16ഉം 500ന്റെ 38ഉം കറൻസികളും ലഭിച്ചു. ഈ ഭണ്ണാരങ്ങൾ വഴി 6,51,401 രൂപയും ലഭിച്ചു. തൊഴിലുറപ്പ് വിരുദ്ധ ബില്ലിനെതിരെ NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വർക്കേഴ്സ് യൂണിയൻ ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം MV മുകേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ അധ്യക്ഷനായി. സെക്രട്ടറി സുജിത നിരേഷ്, ഷൈനി ബാലകൃഷ്ണൻ, രതി സുരേന്ദ്രൻ, ശ്രീകല സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആറാട്ടുപുഴ പൂരം മാർച്ച് 30 ആഘോഷിക്കും. പൂരം നടത്തിപ്പിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച പ്രത്യേക യോഗം ചേരും. പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി വിവിധ സബ് കമ്മിറ്റികളുടെ രൂപീകരണവും യോഗത്തിൽ നടക്കും. തൃശൂർ KSEBയുടെ ടേൺ കീ തൊഴിൽ സമ്പ്രദായത്തിനെതിരെ ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ CITU രംഗത്ത്. കരാർ തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായും അവഗണിക്കുന്നതും ടേൺ കീ കമ്പനികൾക്ക് ലാഭം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ രീതിയിലുമാണ് കേന്ദ്ര സർക്കാർ ഈ സമ്പ്രദായം വ്യവസ്ഥ ചെയ്തിരിക്കുന്നതെന്നാണ് ആക്ഷേപം.
ആവശ്യമായ പ്രവൃത്തി പരിചയമോ പ്രാദേശിക ഭാഷാ പരിജ്ഞാനമോ ഇല്ലാത്ത ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് ടേൺ കീ കമ്പനികൾ അപകടകരമായ വൈദ്യുതി മേഖലയിൽ ജോലിക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഇതോടെ തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിളിന് കീഴിൽ RDSS വർക്കുകൾ ടേൺ കീ അടിസ്ഥാനത്തിൽ നൽകുന്നത് വഴി കരാർ തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിക്കുകയാണ്. ഈ നിലപാടിൽ നിന്നും KSEB പിന്മാറണമെന്നും നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാകണമെന്നും സംഘടന ബോർഡ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു. നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അസോസിയേഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ജോലി അധ്യാപകന് സമ്മാനിച്ചത് ബെൽസ് പ്ലാസി എന്ന രോഗദുരിതം. തിരുവല്ലോമല പഴമ്പാലക്കോട് SMM ഹൈസ്കൂൾ മലയാളം അധ്യാപകൻ ഡോക്ടർ സംഗീത് രവീന്ദ്രനാണ് രോഗബാധിതനായി ചികിത്സയിലുള്ളത്. പെരുമാട്ടി പഞ്ചായത്തിലെ 6ാം വാർഡിലെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായിരുന്നു സംഗീത്. അങ്കനവാടിയിലെ ഇടുങ്ങിയ മുറിക്ക് പുറത്ത് കൊടും തണുപ്പിൽ തിരഞ്ഞെടുപ്പ് സാമഗ്രികൾക്ക് കാവലിരുന്നപ്പോൾ അതിശൈത്യം ബാധിച്ചത് തലച്ചോറിൽ നിന്നും മുഖത്തേക്കുള്ള ഞരമ്പുകൾക്ക് നീരു ബാധിച്ച് മസിലുകൾ പ്രവർത്തനം നിലച്ചു. ഇതോടെ തിരഞ്ഞെടുപ്പ് ജോലി പൂർത്തിയാക്കി വീടെത്തും മുൻപ് തന്നെ അവശനായി ആശുപത്രിവാസം തേടേണ്ടിയും വന്നു. 2 ആഴ്ച പൂർണ്ണ വിശ്രമം ആണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒപ്പം മുഖത്തെ മസിലുകൾ ശക്തിപ്പെടുത്തുവാൻ ഫിസിയോതെറാപ്പിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യം ഒഴിവാക്കാൻ അടിസ്ഥാന സൗകര്യങ്ങളുള്ള പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംഗീത് പരാതി നൽകിയിട്ടുണ്ട്. കവി കൂടിയായ സംഗീതാണ് പാലക്കാട് ജില്ലാ കലോത്സവത്തിന്റെ സ്വാഗതഗാനം രചിച്ചത്. 10ാം ക്ലാസ് കുട്ടികളുടെ പഠന പുരോഗതിക്കായി ജില്ലാ പഞ്ചായത്തും വിദ്യാഭ്യാസ വകുപ്പും നടപ്പിലാക്കിയിരിക്കുന്ന വിജയശ്രീ പദ്ധതിയുടെ ആലത്തൂർ സബ് ജില്ലാ കോർഡിനേറ്ററും സംഗീത് രവീന്ദ്രനായിരുന്നു. TCV ന്യൂസ്, തിരുവില്ലാമല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമായി എയ്യാൽ മഹല്ല് ജമാഅത്തിൽ പതാക ദിനം ആചരിച്ചു. ജുമാ നമസ്കാരാനത്തിനു ശേഷം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് 100 പതാക നാട്ടി. മഹല്ല് പ്രസിഡന്റും പ്രചാരണ സമിതി ചെയർമാനുമായ KA മുസ്തഫ പ്രധാന പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് ഇബ്രാഹിം ഫൈസി പഴുന്നാന സന്ദേശം നൽകി. മഹല്ല് സെക്രട്ടറി OM കാസിം, പ്രചരണ സമിതി കൺവീനർ VV കുഞ്ഞുമൻ, വൈസ് ചെയർമാൻ IM നൌഷാദ്, ജോയിന്റ് കൺവീനർമാരായ KA ഹമീദ്, OS ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി ഡിസംബർ 30 ആഘോഷിക്കും. 21 വൈകിട്ട് 5:30 ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷനാവും. ഏകാദശി ദിവസം 30 പുലർച്ചെ 4 നിർമ്മാല്യ ദർശനം, 10 പഞ്ചരത്ന കീർത്തനാലാപനം, മഹാ അന്നദാനം, ഉച്ചയ്ക്ക് വാദ്യമേളങ്ങളോടുകൂടി ഗജവീരന്മാരുടെ അകമ്പടിയോടെ ശീവേലി എഴുന്നള്ളിപ്പ്, 6 മുതൽ ദീപാരാധന, സ്പെഷ്യൽ നാദസ്വരം, ഭക്തി ഗാനസുധ, ഡബിൾ തായമ്പക വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, തിരുവല്ലോമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവണിശ്ശേരി ഫെസ്റ്റിന് സാംസ്കാരിക വിളംബര ഘോഷയാത്രയോടെ ശനിയാഴ്ച തുടക്കമാകും. അവണിശ്ശേരി ഫെസ്റ്റിന്റെ കൊടിയേറ്റം വൈകിട്ട് 6 വികസന സമിതി പ്രസിഡന്റ് വേണുഗോപാൽ നിർവഹിക്കും. ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് 6 ചലച്ചിത്ര നടൻ TG രവി നിർവഹിക്കും. മുല്ലനേഴി സ്മാരക നാടകോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാത്രി 8 നാടകങ്ങളും, ഗാനമേളകൾ, നാടൻപാട്ട് തുടങ്ങിയവയും അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ അവണിശ്ശേരി വികസന ജനകീയ സമിതി പ്രസിഡന്റ് വേണുഗോപാൽ, ജനറൽ കൺവീനർ തിലകൻ പുളിങ്കുഴി, കോർഡിനേറ്റർ പ്രിൻസൻ അവണിശ്ശേരി, മീഡിയ കൺവീനർ ശ്രീജിത്ത് പുളിങ്കുഴി എന്നിവർ പങ്കെടുത്തു. കഥകളിയിലെ നടന വിസ്മയം തിച്ചൂർ കറ്റശ്ശേരി സദനം രാമൻകുട്ടി നായർ 80ന്റെ നിറവിൽ. ആശാന്റെ ജന്മദിനം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തിച്ചൂർ ഗ്രാമം. കറ്റശ്ശേരി ജാനകി അമ്മയുടെയും പുതുമന അച്യുതൻ നായരുടെയും മകനായി 1946 രാമൻകുട്ടി നായരുടെ ജനനം. പ്രശസ്ത കഥകളി ഭാഗവതരായ പിതാവ് അച്യുതൻ നായരിൽ നിന്നും അമ്മാവനായ കഥകളി ആശാൻ കറ്റശ്ശേരി രാമൻകുട്ടി നായരിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച സർഗശേഷിയാണ് കുട്ടിക്കാലത്ത് തന്നെ കഥകളിയിലേക്ക് അടുപ്പിച്ചത്. പള്ളിപ്പാടം എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിനു ശേഷം 12ാമത്തെ വയസ്സിൽ പേരൂർ ഗാന്ധി സേവാ സദനം അക്കാദമിയിൽ ചേർന്ന് തേക്കിൻകാട്ടിൽ രാവുണ്ണി നായരാശാന്റെ കീഴിൽ കഥകളി പഠനം ആരംഭിച്ചു. 2 വർഷത്തിനു ശേഷം പത്മശ്രീ കീഴ്പ്പാടം കുമാരൻ നായരുടെ കീഴിൽ അഭ്യാസം പൂർത്തിയാക്കി. 1971-72 കാലയളവിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സ്കോളർഷിപ്പോടെ കേരള കലാമണ്ഡലത്തിൽ 2 വർഷം പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ കീഴിൽ പഠനം നടത്തി. ഇതിനുശേഷം ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയുടെ പ്രിൻസിപ്പലായി ചുമതലയേറ്റു.
1980 മുതൽ 2011 വരെ കണ്ണൂർ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ കഥകളി വിദ്യാലയത്തിൽ പ്രിൻസിപ്പലായി ജോലി ചെയ്തു. ഇന്ത്യയിലും വിദേശത്തുമായി ആയിരക്കണക്കിന് വേദികളിൽ നടത്തിയ ആട്ടക്കഥയിൽ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പച്ച, കത്തി, വെള്ളത്താടി എന്നിവയായിരുന്നു കൂടുതലും ചെയ്ത വേഷങ്ങൾ. ഞാൻ എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽക്കാണ് കഥകളി അഭ്യാസം തുടങ്ങിയത്. എൻ്റെ കുടുംബം ആദ്യകാലം മുതൽക്കേ ഒരു കഥകളി പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു. അതിൽ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ കഥകളി പഠിക്കാൻ പേരൂർ ഗാന്ധി സേവാ സദനത്തിൽ തേക്കുംകാട്ടിൽ ഡാവണി നായരാശാന്റെ കീഴിലാണ് അഭ്യാസം തുടങ്ങിയത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ കൊട്ടുംപുറത്ത് നിന്ന് വീരശൃംഖല കിട്ടിയിട്ടുണ്ട്. ചിറക്കിൽ കോവിലകം വക പട്ടും വളയും നാട്യാചാര്യ ബഹുമതിയും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി പുരസ്കാരം, ചിറക്കൽ കോവിലകത്ത് നിന്ന് ലഭിച്ച പട്ടും വളയും നാട്യാചാര്യ പദവിയും, ചെറുകുന്ന് ക്ഷേത്രത്തിൽ നിന്ന് സുവർണമുദ്ര, തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച വീരശൃംഖല, സംസ്ഥാന ക്ഷേത്രകലാ അവാർഡ്, ശ്രീ മുകുന്ദരാജ സ്മൃതി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആശാനായും മികച്ച വേഷക്കാരനായും നിറഞ്ഞാടിയ സദനൻ രാമൻകുട്ടി നായരുടെ 80ാം പിറന്നാൾ ഈ മാസം 28-ന് തിച്ചൂർ ഗ്രാമം ആഘോഷിക്കും. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഗുരുവായൂർ നഗരസഭയിലെ ഇരിങ്ങപ്പുറം അംഗൻവാടിയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. കേക്ക് മുറിച്ച് ക്രിസ്മസ് സമ്മാനങ്ങൾ കൈമാറി. സാന്താക്ലോസിന്റെ വേഷമണിഞ്ഞ കുട്ടികൾ ആഘോഷത്തെ വർണ്ണാഭമാക്കി. മുൻ കൗൺസിലർ അഭിലാഷ് വി ചന്ദ്രൻ, സുജാത ഹരിദാസൻ, അംഗൻവാടി അധ്യാപകരായ ആഗ്നസ് ലാസർ, KN സരിത എന്നിവർ സംസാരിച്ചു. അരിമ്പൂർ കൈപ്പള്ളി ക്യാപ്റ്റൻ ലക്ഷ്മി അംഗനവാടിയിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ്ബ് സെക്രട്ടറി ലില്ലി റാഫേൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ചുമതലയേൽക്കാൻ പോകുന്ന സലിജ സന്തോഷിനെ ചടങ്ങിൽ ആദരിച്ചു. ഉഷ സുകുമാരൻ, സുകുമാരൻ കടുവാതുക്കൽ, KR സുകുമാരൻ, സരോജിനി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,300 രൂപ, പവന് 98,400 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പീച്ചിയിൽ ഭൂമിക്കടിയിൽ പ്രകമ്പനം. ചെന്നായിപ്പാറ, താമര വെള്ളച്ചാൽ, വിലങ്ങന്നൂർ, തെക്കേക്കുളം തുടങ്ങിയ മേഖലകളിലാണ് പ്രകമ്പനമുണ്ടായത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:35-നും 5:40-നും ഇടയ്ക്കാണ് സംഭവം. ഭൂചലനമാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. മരോട്ടിച്ചൽ റിജു വധക്കേസിൽ 3 പ്രതികൾക്ക് ജീവപര്യന്തം തടവ്. മാന്നാമംഗലം സ്വദേശി ഷെറി, മരോട്ടിച്ചൽ സ്വദേശികളായ പ്രകാശൻ, അനൂപ് എന്നിവരെയാണ് തൃശൂർ അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ചാലക്കുടി ദേശീയപാതയിലെ കോടതി ജംഗ്ഷൻ അടിപ്പാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. പ്രവേശന കവാടത്തിലെ 4 വീതി കുറഞ്ഞതാണ് റോഡുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരയ്ക്ക് കാരണം. കയ്പമംഗലത്ത് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. 3 ബോട്ടുകളിൽ നിന്നായി 4 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. ചേലക്കര ഇളനാട് ബസ് കാത്തു നിന്നിരുന്ന സഹോദരങ്ങളെ ട്രാവലർ ഇടിച്ചു തെറിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരം. കയ്പമംഗലം കാളമുറിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാർ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.